ഹലോ ഗെയിമേഴ്സ്, പീറ്റർ ഹിയർ. ആൻഡ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഒരു ഹൊറർ ഗെയിമാണ്. ഗെയിമിൻ്റെ പേര് എല്ലാവർക്കും അറിയായിരിക്കും, എൻഡ്ലെസ് നൈറ്റ്മെയർ 1. വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ കൊല്ലം കൊണ്ട് 100 സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ പറ്റുമോ നോക്കാം. ആദ്യം വിളിച്ച് ചിലവാക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ അപ്പോൾ കളിയോടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ആൻഡ് ഒരു കിടിലൻ തോക്കും ഇല്ലിരിക്കുന്നുണ്ട്. ഗ്രാഫിക്സ് നൈസായിട്ടുണ്ട്. ആകെ 100 എത്രയാണ്ട് MB ഉള്ളൂ. ആൻഡ് ഗ്രാഫിക്സ് പക്ക. ആൻഡ് ഓക്കെ, വലിച്ച് അതിനകത്തോട്ട് കയറ്റി വീണ്ടും വലിച്ചു. ഓക്കെ, പുള്ളിക്ക് ശ്വാസം മുട്ടുണ്ടെന്ന് തോന്നുന്നു, കിടന്ന് വലിക്കുന്നുണ്ട് കുറേ. ഓക്കെ, ഓ സീൻ അയ്യോ ചാവോടപ്പവൻ വലിച്ചു. കാഞ്ചി വലിക്കാനേക്കാൾ മുമ്പ് ഇപ്പം ശ്വാസം വലിച്ചാവും. ചെൻഗുവാൻ ഗെയിം പ്രസൻറ്റ്. ഓക്കെ, 8/15/2019. ഓക്കെ, 10 മണി PM. ഓക്കെ, ഞാൻ 11:30-ക്കാണ് വീഡിയോ എടുക്കുന്നത്. ഇത് സീനൊന്നുമില്ല. വൈഫ് ആൻഡ് ഡോട്ടർ വെർ മർഡേഡ്. ഐ ആം ബാറ്റ്മാൻ, അല്ല ജെയിംസ് ഡഗ്ലസ്. ഓക്കെ, നമുക്ക് ജെയിംസ് എന്ന് വിളിക്കാം. ഫൈൻഡ് ദ മർഡറർ. ഓക്കെ, ഒരു കേക്കൊക്കെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഓഫ് മാസ്. ആൻഡ് ഓക്കെ, എൻഡ്ലെസ് നൈറ്റ്മെയർ പാർട്ട് 1. ഇത് പാർട്ട് 6 വരെ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പാർട്ട് 1 ഇപ്പോൾ കളിക്കാം. നമ്മളിതേ വീണ്ടും വലിച്ചു തുടങ്ങിയവൻ. ഒന്ന് എണീക്കളാ. മർഡററിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളൂ, മർഡറാവാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, മോനെ ഞാൻ വലിച്ച്. ഓക്കെ, 22, അതായത് 10 തോന്നുന്നു. ഓക്കെ, ആൻഡ് നമുക്കെന്തായാലും ഓക്കെ, ഇത്ര ഗ്രാഫിക്സുള്ള ഗെയിം സ്മൂത്തായിട്ട് റൺ ആവുന്നുണ്ട്. എൻ്റെ ഇവിടെ എന്തോ ഈ വില്ലെണ്ണോ സാധനം മയിൽപ്പീലി. ഒക്കെ കൊള്ളാം. ഇത് ഇത് നൈസ് കിട്ടോ, ഇതുപോലത്തെ തന്നെ വാങ്ങി വയ്ക്കണം. ആൻഡ് കുറേ പേര് വെട്ടിട്ട് വെച്ചിട്ടുണ്ട്. ചൈനക്കാരുടെ ഗെയിമാണെന്ന് തോന്നുന്നു. ഇവന്മാർ ഫുള്ള് ചൈനീസ് മോങ്ങളും പേരൊക്കെ ചൈന. ആൻഡ് ഇവന്മാരുടെ ഗെയിം ഒക്കെ ഏകദേശം ചൈനീസ് പോലെയാണ് ഇവരുടെ 6 ഗെയിമൊക്കെ. ഇത് എൻഡ്ലെസ് നൈറ്റ്മെയർ 6. ഓ മൈ ഗോഡ്, അപ്പം അങ്ങനത്തെ ഒരു അമ്മച്ചി വരുന്ന ഇവന്മാർ പറഞ്ഞിട്ടുണ്ട്. വരുമോയെന്ന് ആർക്കറിയാം. ആൻഡ് നമ്മളിത് വലിച്ച് അമ്മമാർ ഫുള്ള് വലിക്കലായിട്ട് കിടന്നിട്ട് വലിയ തന്നെ. ഒക്കെ, ഫൈൻഡ് ദ കില്ലർ. എ സ്മോൾ നോട്ട് റീഡ് ഫൈൻഡ് ദ കില്ലർ ഐ ഹാവ്. ഓക്കെ, കാര്യമായിട്ടൊന്നുമില്ല. എന്തായാലും ഇത് പോലീസ് യൂണിഫോമായി യൂഷ്വലി വെയർ. അപ്പോൾ പോലീസുകാരനാണോ? ആച്ചിരി പഴങ്കഞ്ഞി മൊണ്ണയാണ് ഈ വലിക്കുന്ന കണ്ടപ്പോൾ. ആൻഡ് എന്താ ഇടിമിന്നൽ വന്നു എന്തോ സാധനം. ഓക്കെ, ഓ സ്ലോ മോഷൻ. എന്തോ കേക്കായിരുന്നു കേട്ടോ. എന്തോ ഇപ്പോൾ ക്യാമറ ആയിട്ട് നിലത്ത് വീണു. ആൻഡ് ചോരയായി. എന്തൊക്കെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നിക്കോ, ഇതാരടാ നിക്കൊക്കെ. ആൻഡ് ഇതേതീ മോള്. എന്താ മോളെ ഇവിടെ എന്നെ നോക്കി എൻ്റെ അടുത്തുണ്ടായിരുന്നു വരുന്നത്. എന്താ അയ്യോ. ഓക്കെ ഗൈസ്, ഞാൻ വെറുതെ അയ്യോട്ടാണ് നിങ്ങളെ ചിരിപ്പിക്കാനായിട്ട്. വർക്കായില്ലെന്നറിയാം, എന്നാലും മസിൽ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ സീനാവും. ആൻഡ് ട്രയാങ്കിൾ കീ. ഓക്കെ, രമോ. ഓക്കെ, എങ്ങനെയാടാ ബാക്കി മറ്റേ ലവന്മാർക്കൊക്കെ ഇങ്ങനെ വീഡിയോയെടുക്കാൻ പറ്റുന്നത്? ആൻഡ് ഇവിടെ പോലീസ്, നമ്മളഞ്ഞല്ലേ പോലീസ്. ഇവിടെ ഒരു ചെടിയുണ്ട്. ആൻഡ് ഒരു കാൽമ പെയിൻ്റ് അടിച്ചിട്ട് ആരും നടന്നു പോയിട്ടുണ്ട്. ഇവിടെ ഒളിച്ചിരിക്കാം. ഓക്കെ, പിന്നെ ഇതാണ് കിടന്ന് ആടണേ. ഒരു വൃത്തിയായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ആരെന്തോട്ട് വരയ്ക്കുന്ന പോലെ. ഈ സാധനം കിടന്ന് ആടുന്നതായിരുന്നു. ഇച്ചിരി എണ്ണ വെച്ചിട്ടൂടെ. ഇത് വൃത്തിയായിട്ട് സൗണ്ടാ. തൊലി പിന്നെ എന്തോന്നുണ്ടാക്കാൻ ഇത്ര വാതിലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണേ. എല്ലാം ലോക്ക് ചെയ്ത് വെച്ചേക്കത് എന്തോന്നറത്. ഓക്കെ, കുറേ റൂമുണ്ട്. ട്രയാങ്കുലർ, ഇതന്നെയല്ലേ ട്രയാങ്കുലർ. ഓക്കെ, ഇതിനകത്ത് കയറാം. ഓക്കെ, എല്ലാവിടെയും മറ്റേ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കാണ് പോലീസുകാരൻ്റെ. ആൻഡ് ഇതിനകത്ത് കയറിയിരിക്കണം അല്ലേ. ഓക്കെ, ആൻഡ് ചേച്ചി പണ്ടത്തെ ഇറച്ചി വെട്ടുകാരിയാന്ന് തോന്നുന്നു. കയ്യിൽ വലിയ കത്തിയൊക്കെ ഇരിപ്പുണ്ടായി.
ആൻഡ് നമുക്ക് എന്തായാലും പുറത്തിറങ്ങാം. അത് പോയെന്ന് തോന്നുന്നു. വലിയ സീനൊന്നും ഇല്ല കേട്ടോ, ഗ്രാനിയുടെ അത്ര പേടിക്കാനൊന്നും ഇല്ല. ആൻഡ് ഫോട്ടോ ഓഫ് ലിസയോ അതാരാ? ആൻഡ് ഇത് നമ്മളല്ലേ പോലീസുകാരൻ. ആൻഡ് ജീസസ് കർത്താവേ മിനിച്ചേക്കണേ. ഓക്കെ, നമ്മളെല്ലാ മതത്തിനെയും വിശ്വസിക്കണം, കർത്താവ്, ഹിന്ദു, ഇസ്ലാം എല്ലാം. ഓക്കെ, ആൻഡ് നമുക്ക് ഇതിൻ്റെ എനിക്ക് ഇതിൻ്റെ സെറ്റിങ്സ് അല്ല, ഗ്രാഫിക്സ് ലോ ആണോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം സൈഡ് ചില സംഭവമൊക്കെ കൊള്ളാം, ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ ചില സൈഡൊക്കെ ഒരുമാതിരി സാൻഡ് പേപ്പർ ചൊരച്ച് വെച്ച പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട്. ആൻഡ് ഇതാരെ കിടക്കണം, എന്തിനാ മോളെ ഞാൻ എടുത്തു വന്നപ്പോൾ കത്തിപ്പോയി. ഓക്കെ, ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ ഇതെന്ത് പഴംപൊരിയോ, ബെഡ്ഷീറ്റല്ലേ, തേങ്ങ. ഓക്കെ, ന്യൂസ് പേപ്പർ പീസ്, ഇതൊക്കെ എന്തിനാ ഇങ്ങനെ കീറിയിട്ടേക്കണേ? കാശ് കൊടുത്ത് വാങ്ങുന്ന വിലയില്ല. ലിസ നമ്മുടെ വൈഫല്ലേ. ഓക്കെ, ആൻഡ് നമ്മൾ ഓക്കെ, പിന്നെ കർത്താവ് മിനിച്ചേക്കണേ. ഓക്കെ, ആൻഡ് ഓഫ് റെഡ് ഇതെന്താ, അത് ആരുടെ ഗെയിമിംഗ് റൂമാ? ഈ ചെറിയ പിള്ളേരുടെ ആണോ? ഓക്കെ, എന്ത് ഗെയിമാണ് കളിക്കണേ? മറ്റേ പാത്രം കഴുകുന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ, സോറി, ഐ ഡോണ്ട് എന്താ പറയുക, റെസ്പെക്റ്റ് ചെറിയ പിള്ളേർ ആൻഡ് ഡോണ്ട് ഓഫ് ആ ഫ്ലോ അങ്ങ് വന്നായിരുന്നു. ഫോൺ ഏതോ ഫോൺ? ഓക്കെ, പണ്ടത്തെ ഏതോ ഫോണാണ്, ഐഫോൺ. എനിക്ക് തോന്നുന്നു ഇതിനകത്താണ് അവന്മാർ ഗെയിം കളിക്കുന്നത്. ഫോൺ എടുത്തപ്പോഴേക്കും അവന്മാർ ചാടി വന്നു. വേണ്ട, ചിക്കണ ഫോൺ വേണ്ട. ഓക്കെ, ഇതേ കരയണേ, എന്തിനാ മോളെ കരയണേ? ചേട്ടായി വന്നപ്പോഴേക്കും വീണ്ടും കരിഞ്ഞുപോയി. ആളെ കളിയാക്കണം അവന്മാർ. ഓക്കെ, ഡിവൈസോ ഇതാ, നമ്മൾ ഡൈവേഴ്സ് ചെയ്യാൻ നിൽക്കുകയാണോ? നല്ല തീരുമാനം. ആൻഡ് ബാക്ക് ടു ഹിസ് ലൈഫ് എന്നൊന്നും ഞാൻ പറയത്തില്ല, കാരണം പിള്ളേരൊക്കെ ഉണ്ടായതല്ലേ. ഡൈവേഴ്സ് ആവുന്നത് വെച്ചാൽ വളരെ സീനാണ്. ആൻഡ് ഗെയിം ഗ്ലിച്ചടിക്കുന്നുണ്ട്, സീനില്ല. ഇത് നമ്മൾ നേരത്തെ അല്ല അല്ലേ, ന്യൂസ് പേപ്പറല്ല, ഞാൻ കത്തിയാണ്. ഇത് കത്തി എഴുതണ്ടല്ലോ, മറ്റുള്ള കുത്തിയും കീറായിരുന്നു. മെഡിസിൻ ഓക്കെ, അപ്പോൾ വയ്യാത്തവനാണെന്ന് മനസ്സിലായി. ഓക്കെ, ആൻഡ് ഇതിനകത്ത് കയറിയിരിക്കണമെന്നുണ്ട്. എന്താ? പട്ടിക്കുട്ടിയോ? ഞാൻ മോനെ പട്ടിക്കുട്ടി, ഇത് നമ്മുടെയാണ്. ഇത്ര നേരം നമ്മുടെ പിന്നാലെ ഉണ്ടായിരുന്നില്ലല്ലോ, ഇതെന്താ പെട്ടെന്ന് ചാടി വന്നേ? ഓക്കെ, മറ്റോളൊന്നും വരുന്നില്ല എന്ന് തോന്നുന്നു. ഇതിനകത്തിരുന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റില്ലേ? അത് കൊള്ളാം. ആൻഡ് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിറയെ നോയ്സ് ഉണ്ടാവും കേസ്, കാരണം ഇവിടെ മഴയാണ് ഭയങ്കര, ചെറിയ നോയ്സ് കൂടുതലായിരിക്കും. ആൻഡ് നമുക്ക് ഇതിനകത്തോട്ട് പുറത്തോട്ട് ഇറങ്ങാം. ആൻഡ് നല്ല പട്ടിയില്ലേ, കറങ്ങണോ നമ്മുടെ കള്ള സുണ്ണിക്കുട്ട? ഇതെന്തിനു മറ്റുള്ള മോന്തയിലെ വെട്ടി വെച്ചേക്കണേ? ഓക്കെ, 237. വാവ്, എന്താ ഇത്ര മുറികളുണ്ടെന്നാണോ? അത് ഇത്രയും ഡ്രോവറും ഇവിടെ തൊലിച്ച് വെച്ചിട്ടുണ്ടെന്നാണോ? ഈ സമയം ഒന്നും നോക്കാൻ സമയമില്ല. ആൻഡ് റൗണ്ട് കീ ഫോണോ ഹോളോ? കീ ഹോൾ. ആൻഡ് പട്ടി പെട്ടിക്കുട്ടി. ആൻഡ് ഈ സെക്കൻഡ് ഫ്ലോർ, ഇവിടെ ഒന്നും കാര്യമൊന്നും ചെയ്യാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് 11 ഓടി ഒന്ന്. ഓക്കെ, എൻ്റെ പിന്നാലെ നടക്കണ പറഞ്ഞ പോലെ. ആൻഡ് ഗസ്റ്റ് ബെഡ്റൂം, ഇതെന്താ കപ്പ്? ഇത് എറിഞ്ഞ് വീഴ്ത്തിയാൽ നമുക്ക്, ഇതെങ്ങനെ എൻ്റെ കൈ വന്നേ? എനിക്ക് വേണ്ടത്, എനിക്കിത് വേണ്ട. നമ്മൾ എറിഞ്ഞു പൊട്ടിച്ച് അതിനകത്ത് കയറാം. ഓക്കെ, ഇനി മറ്റുള്ള പേരൊന്നും അറിയത്തില്ല. അവളെയൊന്നും കാണുന്നില്ല. നമുക്ക് എന്തായാലും പുറത്തോട്ട് ഇറങ്ങാം. ഇതെന്താ? ചെയിനിട്ട് കെട്ടി വെച്ചേക്കുന്നു. കൊടും ക്രൂരത. ഓക്കെ, ആൻഡ് കയ്യിലൊന്നുമില്ലാത്തൊരു പോലീസുകാരനെന്ന നിലയ്ക്ക് എനിക്കൊന്നും ചെയ്യാനില്ല. നിസ്സഹായനായി ഞാനിവിടെ നിൽക്കുവാണ്. ആൻഡ് ഒരു എന്തെങ്കിലും കിട്ടിയായിരുന്നേ നമുക്ക് തല്ലി പൊളിക്കായിരുന്നു. ആൻഡ് ഈ പഴങ്കഞ്ഞിക്കാണ് ശക്തിയില്ല, അതുകൊണ്ട് കാര്യമില്ല. ഓക്കെ, അവന് തോക്ക് കിട്ടിയാലേ അവന് ഓടാൻ പറ്റത്തുള്ളൂ. ചേറ്റ. ആൻഡ് കിച്ചൺ. ഓക്കെ, കിച്ചൺ. ഇതെന്താ ഡ്രോവർ? കണ്ടോ, ഒരു കാര്യമില്ല. ഒരു ഇതിനകത്ത് എന്തോ ഉണ്ട്. ഓക്കെ, പൂമാര് കുറ്റം പറഞ്ഞപ്പോൾ എന്തൊക്കെയോ വെച്ചു കേട്ടോ. അതെന്താ സാധനം? ട്രീസറോ?
അങ്ങനെ എന്തോ സൗണ്ട് മറ്റേ അലാറാണ്ട് അടിച്ച് ഗൈസ്. എന്തായാലും ഇതിനകത്ത് കയറിയിരിക്കാം. പട്ടി എന്തായാലും എൻ്റെ പിന്നാലെയാണ്. എൻ്റെ പിന്നാലെ നടന്നൊന്നും തിന്നാൻ കിട്ടില്ല. ആണ് ഈ കിച്ചനകത്ത് വേണമെങ്കിൽ ഇറങ്ങിക്കോ, എൻ്റെ കയ്യിലൊന്നും ഇല്ല. ഓക്കെ. ആൻഡ് ഇതിനകത്തിരുന്ന് മൂവ് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യം കേട്ടോ. ആൻഡ് ഇതിനകത്ത് ഓക്കെ തൊലി പട്ടി വെറുതെ ഇടുന്ന് കറങ്ങുന്നുണ്ട്. ബ്രൂണോ കം ഹിയർ ഇതെന്താ ടോം ആൻഡ് ജെറി ഗ്ലിച്ചായി പോയോ? ടോം ആൻഡ് ജെറിയുടെ മ്യൂസിക് അല്ല ഇതെന്തോ ന്യൂസാണ്. ആൻഡ് അത് നമുക്ക് വിളിച്ചിരിക്കാൻ പറ്റും. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബ്രൂണോ വന്നത്. പട്ടിക്ക് പോലും വേണ്ട കേട്ടോ ജാതി മൊണ്ണ. ആൻഡ് ടീസർ ബുള്ളറ്റോ ഓക്കെ. അതെടുക്കുമ്പോൾ ഈ അലറടിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിന് അടിയിൽ കയറി ഇരുന്നിട്ട് ബ്രൂണോ ഓർഡറാ മറ്റുള്ള വലിയ കത്തിയിട്ട് വന്നാൽ പെടും. ഓക്കെ. അവിടെ ഇരുന്നിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ധൈര്യം സംഭരിച്ച് പുറത്തിറങ്ങി. ആൻഡ് ഈ റൂം ഓക്കെ ഇപ്പോൾ തുറക്കാൻ പറ്റുന്നുണ്ട്. ലോക്ക്ഡ് ബൈ അയൺ ചെയിൻ. ഇതെന്താ അവനെ അങ്ങോട്ട് നോക്കിയിരിക്കണേ? എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ കുറച്ച് നമുക്ക് എന്തായാലും അടച്ചിടാം. ഓക്കെ. ഇതാണ് തുറന്ന്. ഓക്കെ. ഇവിടെ ഈ സാധനം ഇങ്ങനെ കിടന്ന് ആടുന്നുണ്ട്. അതിൻ്റെ സൗണ്ടാണോ? സൗണ്ട് കൂടിയോ? ഓക്കെ. ബ്ലേഡോ? ഈ കൊച്ചു കുട്ടീൻ്റെ കയ്യിൽ ആരുടെ ബ്ലേഡൊക്കെ കൊടുത്തേ? ചില പാവയാന്ന് തോന്നുന്നു. പക്ഷേ ഡോക്ടറാന്നാണ് പറഞ്ഞത്. ഏത് ഡോക്ടറാണാവോ? ഓക്കെ. പക്ഷെ ചളിമാരി പൊത്താട്ടോ. ഞാൻ ഒരു ചാനലിൽ ഇങ്ങനെ ചളി പറഞ്ഞിട്ടില്ല. ആൻഡ് നിങ്ങൾ സഹിക്കൂ, ഒരു സീനും ഇല്ല. ഓക്കെ. ആൻഡ് നമുക്ക് തുറന്നിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ എനിക്കൊന്നും ഒന്നും അറിയില്ല ഗൈസ്. പക്ഷെ ഞാൻ പല ഗെയിമും എൻ്റെ സ്വന്തം ബുദ്ധിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ മനസ്സിലായി എനിക്ക് ബുദ്ധിയില്ലാന്ന്. ഹായ് കക്കൂസ്. ആൻഡ് ഓക്കെ ഇവിടെ കാര്യമൊന്നും എടുക്കാനില്ലാന്ന് തോന്നുന്നു. ഇതെന്താ ട്രിഗർ ഓഫ് ട്രാഷ്. ഗണ്ണുണ്ടാക്കാൻ പോവാണോ നമ്മൾ? ഗണ്ണുണ്ടാക്കി അവളെ കൊല്ലാനാണോ? ആൻഡ് ഓക്കെ നിങ്ങൾ സഹിക്കൂ, ഞാൻ കുറേ ചളി വാരും, സീനില്ല. ഓക്കെ. ആൻഡ് ബൈ ദ വേ നിങ്ങൾ ലൈക്ക് അടിക്കൂ കേട്ടോ. എൻ്റെ ചളി നിങ്ങൾക്ക് ഇനിയും കേൾക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കൂ. ആർക്കും കേൾക്കണം എന്നില്ല, എന്നാലും നിങ്ങൾ ലൈക്ക് അടിക്കൂ, സീനൊന്നുമില്ല. ഞാൻ ഈ ഗെയിം കംപ്ലീറ്റ് ആക്കാൻ പറയുന്നില്ല, ഈ പട്ടീൻ്റെ ഒപ്പം നടക്കാൻ പറയുന്നില്ല, മറ്റുള്ള തല്ലി കൊല്ലാൻ പറയുന്നില്ല. ജസ്റ്റ് ഒരു ലൈക്ക്, ഒരൊറ്റ ലൈക്ക് ഞാൻ ചോദിക്കുന്നുള്ളൂ. ഓക്കെ. മാക്സിമം ലൈക്ക് അടിക്കുക. ആൻഡ് സബ് ചെയ്യുക ഗൈസ്. 100 സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ഈ ഒരു കൊല്ലത്തെ ലക്ഷ്യം. അടിക്കാൻ പറ്റുമെന്ന് അടിക്കാൻ പറ്റില്ല എന്നെനിക്കറിയാം. എന്നാലും പറയുന്ന ആഗ്രഹങ്ങൾ ആർക്കാണ് കേസില്ലാത്ത. അയ്യോ എൻ്റെ നെഞ്ചത്തോട്ട് കയറി ഒന്ന് പേടിച്ചു പോയിട്ടോ. ആൻഡ് പോലീസ് ബാഡ്ജ് എന്തോ സാധനം എന്തോ ഷാർപ്പായിട്ടുള്ള ഷാർപ്പഡ് ഗ്രൂവോ എന്തോ സാധനവിന്. ഇത് ചില സംഭവത്തിനൊക്കെ എടുത്തുക്കുമ്പോൾ കണ്ടോ ഒരു പണ്ടത്തെ ഈ വില്ലണ്ണിൻ്റെ ആ ഒരു ഫീല്, ആ ഒരു ഗ്രാഫിക്സ് പോലെ. പക്ഷെ അറ്റത്ത് അതായത് ദൂരം നോക്കുമ്പോൾ കൊള്ളാം. ഓക്കെ. ഈ ക്ലോക്കൊക്കെ കണ്ടോ കൃത്യ വില്ലൻ തന്നെ. ആൻഡ് ഈ റൂമിനകത്ത് കുറേ നേരമായിട്ടോ കയറി ഇറങ്ങുന്നത്. ഇതുവരെ ഒരു കിണ്ടി കിട്ടിയിട്ടില്ല. ആൻഡ് ഫൈൻഡ് ദ ബാഡ്ജ് എന്നാണ് പറയുന്നത്. എന്ത് ബാഡ്ജ്? ഇവനാണെങ്കിൽ സ്കൂളിൽ പോയിട്ടില്ല, എനിക്കറിയാം. ആൻഡ് പിന്നെ എന്ത് ബാഡ്ജാണ് ഇവന്മാർ ഉദ്ദേശിക്കുന്നത്? ഓക്കെ. വീണ്ടും നമ്മളെ ചളിക്കോറിലോട്ട് ഒരു ചളിയും കൂടെ. ആൻഡ് കക്കൂസിനകത്ത് കയറിയിരിക്കാൻ കേസ് അതിനെ ഇവന് നടക്കുള്ളൂ. നിന്നെക്കൊണ്ട് അതേ നടക്കത്തുള്ളൂടാ. നീ പോലീസാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആൻഡ് എനിക്ക് ഗെയിം കളിക്കാൻ അറിയത്തില്ല. മെരിക്ക് കളിക്കാൻ ഇവിടെ കപ്പുണ്ട്. കപ്പൊന്നും നമുക്ക് വേണ്ട. നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെ, പൊട്ടുപൊളിച്ച് വന്നാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആൻഡ് കള്ള നീ ഒറ്റയ്ക്ക് തുറന്നൂലേ നായേ. ആൻഡ് എനിക്കിത് കളിക്കാറുണ്ടോ കേസ്? നമുക്ക് പിന്നെ ഒരു ദിവസം സെറ്റായിട്ട് കളിക്കാം.